നമസ്കാരം. ചില മതങ്ങളോടും അവരുടെ ആചാരങ്ങളോടും മാത്രമേ ഇവിടെ ചിലർക്ക് എതിർപ്പുള്ളൂ. ഒരു പ്രത്യേക മതത്തോടും അവരുടെ ആചാരങ്ങളോടും ആദരവ് വഴിഞ്ഞൊഴുകും ഇവർക്ക്. ആ മതത്തിലെ അനാചാരങ്ങളോടൊന്നും ഇവർക്ക് എതിർപ്പില്ല. എതിർപ്പ് ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളോടും അവരുടെ ആചാരങ്ങളോടുമാണ്. കണക്കറ്റ് പരിഹസിക്കും, സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കഴിയാവുന്നത്രയും അപമാനിക്കും, കുപ്രചരണങ്ങൾ നടത്തും. ഹൈന്ദവ വിശ്വാസിയായ ഒരു സ്ത്രീ ഇവർക്ക് കുലസ്ത്രീയാണ്. എന്നാൽ മറ്റേ മതത്തിലുള്ളവർ എങ്ങനെയൊക്കെ നടന്നാലും എന്തൊക്കെ പറഞ്ഞാലും ചത്തതുപോലെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഞാനിത് ഇത്രയും ആമുഖമായി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിനിരിക്കുന്നത് കണ്ട് ചില കമ്മി കൊങ്ങി സുഡാപ്പി ജിഹാദികൾ ആകെ പരവേശത്തിലാണ് എന്നു കണ്ടാണ്. എന്തിനാണ് നരേന്ദ്രമോദിയെ ഇവറ്റകൾ ഇത്രയേറെ ഭയപ്പെടുന്നത്, പരിഹസിക്കുന്നത്? കാരണം നരേന്ദ്രമോദിയുടെ ഭരണം ഒരിക്കൽ കൂടി തുടർന്നാൽ തങ്ങളുടെയൊക്കെ ഉന്മൂലനം നടക്കുമെന്ന് ഇവർക്ക് നന്നായി അറിയാം. ഒരു മതത്തിൻ്റെ ആചാരങ്ങളെ, അതായത് ഹൈന്ദവാചാരങ്ങളെ തകർക്കാനും ചവിട്ടിയരയ്ക്കാനും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതു ഖജനാവിൽ നിന്ന് 50 കോടി രൂപ മുടക്കി കേരളത്തിൻ്റെ അങ്ങേയറ്റമായ കാസർഗോഡ് തൊട്ട് ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ വനിതാ മതിൽ നിർമ്മിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറപിടിച്ച് 2 വനിതാ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് പിണറായി പോലീസിന്റെ വലയത്തിൽ കയറ്റിയതും നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള 10-20 കിലോമീറ്റർ ദൂരം അയ്യപ്പ ഭക്തന്മാരെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ട് നടത്തിച്ചതുമൊന്നും ഒരു കാലത്തും മറക്കില്ല. അതൊക്കെ ഒരു നീറ്റിലായി ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റികളിൽ പോലും ഈ കള്ളക്കമ്മികൾ കടന്നുകയറുന്നത് നമ്മൾ കാണുന്നതാണ്. വിശ്വാസമല്ല അവരുടെ വിഷയം, പിടിച്ചെടുക്കലാണ്. കപട വിശ്വാസികളായി ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകയറുക, അങ്ങനെ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. RSS ക്ഷേത്ര മൈതാനങ്ങളിൽ ആയുധ പരിശീലനം നടത്തുന്നു എന്നുള്ള കുപ്രചരണങ്ങൾ കമ്മി ജിഹാദികൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ വന്ന് ധ്യാനിക്കുന്നു. അതിലെന്താണ് തെറ്റ്? ഇവിടുത്തെ ചിലരെ പോലെ നരേന്ദ്രമോദി ഭാര്യയെയും പരിവാരങ്ങളെയും കൂട്ടി പൊതു ഖജനാവിലെ പണമെടുത്ത് വിദേശത്തേക്ക് സർക്കിട്ട് അടിച്ചിട്ടില്ല. വിദേശയാത്രകളിൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങളൊന്നും മറച്ചുവെച്ചിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ 2018 നടത്തിയ അമേരിക്കൻ യാത്രയിൽ 13 ദിവസങ്ങൾ അയാൾ അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. നരേന്ദ്രമോദി വിവാഹം കഴിച്ചില്ല, ഭാര്യയെ ഉപേക്ഷിച്ചു, അദ്ദേഹത്തിന് മക്കളില്ല എന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ കമ്മി ജിഹാദികൾ ഉയർത്തുന്നുണ്ട്. അതിനുമുണ്ട് വ്യക്തമായ ഉത്തരം. കാരണം ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ളതുപോലെയുള്ള അത്യാഗ്രഹം പിടിച്ച തലതെറിച്ച മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് മക്കൾ ഉണ്ടാകാതിരിക്കുകയാണ്. പിന്നെ നരേന്ദ്രമോദിയുടെ വിവാഹത്തിൻ്റെ യാഥാർത്ഥ്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദാനിക്കും അംബാനിക്കും ഒക്കെ വേണ്ടിയാണ് മോദി ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ള കുപ്രചാരണം അഴിച്ചുവിടുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു ഇസ്ലാം രാജ്യത്തെ ഭരണാധികാരി ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം ആരാധനാലയം സന്ദർശിക്കാൻ എത്തി എന്ന് കരുതുക. എങ്ങനെയായിരിക്കും ഈ കമ്മി കൊങ്ങി സുഡാപ്പി ജിഹാദികൾ പ്രതികരിക്കുന്നത്? ഇത്തരത്തിലായിരിക്കില്ല അവറ്റകളുടെ പ്രതികരണം. വരുന്നയാളെ സ്വാഗതം ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തുപാട്ട് പാടുന്നു, അദ്ദേഹത്തിൻ്റെ മതസ്നേഹത്തെക്കുറിച്ച് വാതോരാതെ വായിട്ടലയ്ക്കുന്നു. അങ്ങനെ എന്തെല്ലാം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് കരുതുക. ഒരു വ്യക്തി അയാളുടെ വിശ്വാസമനുസരിച്ച് ഇന്ത്യയിലെ ഒരു ആരാധനാലയത്തിൽ വന്നു. അതിലെന്താണ് പ്രശ്നം? ഒരു മുസ്ലിം ആയതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇത്തരത്തിൽ ചോദിക്കുന്നത് എന്നായിരിക്കും അന്ത്യചർച്ചയിലെ ന്യായീകരണ മെഴുകൽ സ്ഥിരാംഗങ്ങളായ ഷിജു ഖാൻ്റെയും അനിൽകുമാറിൻ്റെയും സലിം മടവൂരിൻ്റെയും B ജയരാജിൻ്റെയും ഒക്കെ ന്യായീകരണം. അപ്പോൾ ഇവർക്ക് ചൊറിച്ചിൽ എല്ലാവരോടുമില്ല. എന്നു മുതലാണ് കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ജാതിയെയും മതത്തെയും ഒക്കെ കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനും തുടങ്ങിയത്? 7-8 കൊല്ലമേ ആയിട്ടുള്ളൂ. അതുവരെ നമുക്ക് മലയാളികൾ എന്ന ഒരൊറ്റ മേൽവിലാസമേ ഉണ്ടായിരുന്നുള്ളൂ. രാജ്യത്ത് ഏതൊക്കെ ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ടോ അതിലൊക്കെ ഒരു മലയാളിയുടെ പങ്കുണ്ടായിരുന്നിട്ടുമുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികൾ എത്രയോ തീവ്രവാദികളെ കേരളത്തിൽ വന്ന് പിടികൂടിയിട്ടുണ്ട്. പിടികൂടുമ്പോഴാണ് കേരള പോലീസും സർക്കാരും പോലും വിവരമറിയുന്നത്. എത്ര ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ലവ് ജിഹാദിന് ഇരയായി രാജ്യം വിട്ടുപോയിട്ടുണ്ട്. നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും അടക്കം എത്രയോ പെൺകുട്ടികൾ. അവരിൽ പലരും സിറിയയിലെയും അഫ്ഗാനിലെയും ജയിലുകളിലാണെന്നും വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദിയെ ഭയക്കുന്നത് ഇവർക്കൊക്കെ കുട പിടിക്കുന്നവരാണ്. ഇതൊക്കെ കണ്ട് അദ്ദേഹം ഭയപ്പെടുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. നിലാവത്ത് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയെ പോലെ മാത്രമേ പരിഹസിക്കുന്നവരെ കാണാൻ കഴിയൂ. അത് മനസ്സിലാക്കിയാൽ നല്ലത്.